കുടിയേറ്റക്കാരായി വന്ന എല്ലാവരും ഇമ്മിഗ്രേഷൻ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. അങ്ങനെ അല്ലാത്തവരാരും ഇല്ല എന്ന് തന്നെ പറയാം. ഈ വിസയിൽ വന്നവർ, H1 വിസയോ അല്ല അതുപോലുള്ള വിസയിൽ വന്നവർ, അവർ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ, അല്ലെങ്കിൽ ഇനി ഗ്രീൻ കാർഡിൽ വന്നവർ പൗരത്വം കിട്ടാനുള്ള അപേക്ഷകൾ, ഇതെല്ലാം ഈ ഇമ്മിഗ്രേഷൻ സർവീസിന് ആണ് അപേക്ഷിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇമ്മിഗ്രേഷൻ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമ്മിഗ്രേഷൻ സർവീസ്, USCIS. അപ്പോൾ ഈ അനുഭവം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതിൽ വേറൊരു അനുഭവം കൂടി നമുക്കുണ്ട്. മിക്കപ്പോഴും നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ചിലപ്പം ഈ ഗ്രീൻ കാർഡിന് മറ്റുള്ള അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും RFE എന്ന് പറഞ്ഞൊരു സാധനം വരും, റിക്വസ്റ്റ് ഫോർ എവിഡൻസ്. അതായത് നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഇതിൽ പോരായ്മകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിന് എവിഡൻസ് കാണിക്കണം, അത് കറക്റ്റാണെന്നുള്ളതിന് എവിഡൻസ് കാണിക്കണം, RFE എന്ന് പറഞ്ഞ്. ഇനി വേറൊരു തരം നോട്ടീസ് കൂടിയുണ്ട്, നോട്ടീസ് ടു ഇൻറ്റൻറ്റ് ടു ഡിനൈ ദ ആപ്ലിക്കേഷൻ, NOID. അപ്പം ഈ നിങ്ങളുടെ അപേക്ഷ നിരസിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിന് നിരസിക്കാതിരിക്കാൻ കാരണം കാണിക്കണം. ഇങ്ങനെ രണ്ടു തരം നോട്ടീസുകൾ പതിവായിട്ടോ ഇടയ്ക്കിടയ്ക്കോ വരാത്ത ആളുകൾ ഇമിഗ്രേഷൻ കാര്യങ്ങൾക്ക് അപേക്ഷിച്ച് ആരും തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും നമ്മൾ ഉത്തമ ബോധ്യത്തോടുകൂടി വക്കീൽ മുഖേനയോ അല്ലാതെയൊക്കെ അപേക്ഷകൾ കൊടുക്കുന്നു. പക്ഷേ എന്തെങ്കിലും പോരാഴിക, ഒരു പേപ്പറില്ല, അല്ലെങ്കിൽ ആ പേപ്പറല്ല വേണ്ടത്, അല്ലെങ്കിൽ അത് തെളിഞ്ഞിട്ടില്ല, ഇനി അവിടുന്ന് കിട്ടിയ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് ശരിയല്ല, അത് വായിക്കാൻ പറ്റുന്നില്ല, അതല്ല വേണ്ടത്. ഇങ്ങനെ നാനാതരം കാര്യങ്ങളെ പറ്റിയുള്ള ഈ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുള്ള അപേക്ഷ നമുക്ക് കിട്ടാറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കത്തുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാണ്, ഒടുവിൽ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാണ് നമുക്ക് ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ പൗരത്വമോ ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഈ അനുഭവം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ പുതുതായിട്ട് ഈ USCIS പുതിയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. അതായത് ഈ അപേക്ഷകളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് അന്നേരെ തള്ളും. അല്ലാതെ ഇനി RFE, റിക്വസ്റ്റ് ഫോർ എവിഡൻസോ അല്ലെങ്കിൽ നോട്ടീസ് ടു ഇൻറ്റൻറ്റ് ടു ഡിനൈ, NOID, കത്തോ ഇതൊന്നും നൽകില്ല. അപ്പോൾ ഇതൊക്കെ തന്നിരുന്നെങ്കിൽ, ഇപ്പം RFE ആണെങ്കിൽ നിങ്ങൾ 60 ദിവസത്തിനകം, അല്ലെങ്കിൽ സാധാരണ 60 ദിവസമാണ്, 60 ദിവസത്തിനകം ആ രേഖകൾ കാണിക്കണം. അല്ലെങ്കിൽ ഇനി 60 ദിവസത്തിനകം കാണിക്കാൻ പറ്റാതെ വന്നാൽ അതിനുള്ള കാരണം കാണിക്കണം. ഇപ്പം പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അത് കാണിച്ചാൽ മതി. അപ്പോൾ അതൊരു മാനുഷിക മുഖമുണ്ടായിരുന്നു. അപ്പോൾ ആ മാനുഷിക മുഖം എടുത്തു കളഞ്ഞു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കണം. അത് ആ ഉദ്യോഗസ്ഥൻ നോക്കി കണ്ടിട്ട് അന്നേരം തീരുമാനം എടുക്കും. ഒന്നുകിൽ അംഗീകരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷകളിൽ പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞ് അന്നേരെ തള്ളും. അല്ലാതെ പിന്നെ അതിന് വേറെ ഒരു കാര്യവുമില്ല. അതിൽ ആ മാനുഷിക മുഖം, മാനുഷിക വശം എടുത്തു കളഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങൾ പിന്നെയും അപേക്ഷിക്കാമായിരിക്കും. പിന്നെ അതെല്ലാം കൂടെ വീണ്ടും അതേ പ്രോസസ്സിലൂടെ നമ്മൾ പോകണം. എല്ലാ കാര്യങ്ങളും ചേർത്ത് വീണ്ടും അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരവും ആ ഉദ്യോഗസ്ഥൻ അത് തന്നെ ചെയ്യാം. അപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ ഒരു പരമാധികാരമാണ് അവിടെ വരാൻ പോകുന്നത്. ഇപ്പോഴത്രയ്ക്ക് പരമാധികാരമില്ല. നമുക്ക് RFE ഒക്കെ തരും എന്ന് മാത്രമല്ല, ഇത് നമുക്ക് കോടതിയിലൊക്കെ ചലഞ്ച് ചെയ്യാം. അതിപ്പോഴും ചെയ്യാം. ഇങ്ങനെ ഇവർ നിരസിച്ചു കഴിഞ്ഞാലും നമുക്കത് കോടതിയിൽ പോകാം. അപ്പോൾ കോടതിയിൽ കേസുകൾ കൂടുന്ന അവസ്ഥ വരും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കുറച്ച് അലോസരപ്പെടുത്തുന്നു. ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ള, വർഷങ്ങളായിട്ട് കൊടുത്തു കിടക്കുന്ന അപേക്ഷകളുണ്ട്. ആ അപേക്ഷകളിലും ഇതുപോലെ തന്നെ അത് പൂർണ്ണമല്ലെങ്കിൽ അത് കൈയോടെ തള്ളിക്കളയുമെന്ന്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഡേറ്റും മറ്റുമൊക്കെ അങ്ങ് ഇല്ലാതായി പോവുകയാണ്. നമ്മൾ 5 വർഷം മുമ്പ് അപേക്ഷ കൊടുത്ത് ഈ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് 10-15 വർഷമായിട്ട് കാത്തു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ആ പ്രയോറിറ്റി ഡേറ്റ് ഉണ്ട്, 10-15 വർഷം മുമ്പത്തെ ആ പ്രയോറിറ്റി ഡേറ്റ്. അപ്പോൾ അത് വെച്ച് ആണ് അപ്പോൾ ആദ്യം മുൻഗണന അങ്ങനെ കിട്ടും. അങ്ങനെയാണ് ആളുകൾ നിൽക്കുന്നത്. ഏതാണ്ട് 7-8 ലക്ഷം ആളുകൾ നിൽക്കുന്നു. അപ്പോൾ ആ പ്രയോറിറ്റി ഡേറ്റ് നഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളുടെ അപേക്ഷ അങ്ങ് നിരസിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രയോറിറ്റി ഡേറ്റ് നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അത് വലിയ തരത്തിൽ നമ്മളെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ചെറിയൊരു കാര്യമായിരിക്കും, ചെറിയൊരു നോട്ടപ്പശകോ അല്ലെങ്കിൽ ഒരു കുഴപ്പമോ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ കൊടുത്ത അപേക്ഷയിലുള്ളത്. ഇപ്പം നമ്മൾ അപേക്ഷ കൊടുക്കുന്നു, നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ നമുക്കറിയാം, വക്കീലന്മാർ പൊതുവിൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അവർക്ക് കാശ് കിട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. തട്ടിക്കൂട്ടി അപേക്ഷിക്കും. എനിക്ക് തന്നെ അനുഭവമുണ്ട്. എൻ്റെ വക്കീൽ വെർമോണ്ടിന് അയക്കേണ്ട അപേക്ഷ വാഷിങ്ടൺ DC അയക്കും. എന്നിട്ട് വാഷിങ്ടൺ DC അയക്കേണ്ട അപേക്ഷ ന്യൂയോർക്കിന് അയക്കും. ഇങ്ങനെ നമ്മളെ വട്ടം കറക്കുന്ന അനുഭവങ്ങൾ അതിൽ കൂടി കടന്നു പോകാത്തവർ വളരെ ചുരുക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ
അമേരിക്കയുടെ ഇമിഗ്രേഷൻ നയങ്ങളിലുള്ള ഒരു മാനുഷിക മുഖത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അവർ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇന്ന തെറ്റുണ്ട്, അത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമോ, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഈ തന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് പോരാ, കൃത്യമായിട്ടുള്ളത് വേണം, അല്ലെങ്കിൽ നിങ്ങൾ തന്ന അഫിഡവിറ്റ് അത് പോരാ എന്ന് പറഞ്ഞ് നമുക്കൊരു മറുപടി തന്നാലല്ലാതെ നമുക്കത് തിരുത്താൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അതിനുള്ള അവസരം ഇല്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ന്യായം, നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇമിഗ്രൻസിനെ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് ഈ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. സങ്കടകരമാണ്. അമേരിക്ക പോലൊരു മഹാരാജ്യത്ത് ഈ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളൊരു രാജ്യമാണ്. ഇപ്പം കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലെ കൂടുതൽ ഇമിഗ്രൻസ് ബംഗാളികളൊക്കെ വന്ന് താമസിക്കുന്നതിനോട് എനിക്ക് വലിയ അനുഭവമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കേരളം ഇത്തിരിയേ ഉള്ളൂ. ഇത്തിരി പോകുന്ന കേരളത്തിൽ കൂടുതൽ ആളുകൾ വന്നാൽ നമുക്ക് വിഷമമാണ്. ഈ നേരെ മറിച്ച് നമ്മുടെ ആളുകളെല്ലാം പോയി, ഈയിടയ്ക്ക് എവിടെയോ കേട്ടതാണ്, പിന്നെ നമ്മുടെ ആളുകളെല്ലാം ഡൽഹിയിലും ബോംബെയിലും ഒക്കെ പോയി അവിടെ നമ്മൾ മലയാളി അസോസിയേഷൻ തുടങ്ങും, കേരള അസോസിയേഷൻ തുടങ്ങും. അത് പിന്നെ ചെന്നൈയിലാണെങ്കിൽ 1898 ഈ മലയാളി അസോസിയേഷൻ തുടങ്ങിയതിൻ്റെ ബോർഡ് കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷേ ആരും ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഉത്തർപ്രദേശ് അസോസിയേഷൻ കേരളത്തിലില്ല, അല്ല ഒരു ബംഗാളി അസോസിയേഷൻ, ഒരു തമിഴ്നാട് അസോസിയേഷൻ, അതൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അങ്ങനത്തെ ആളുകളാണ് നമ്മൾ. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു മനസ്ഥിതി അത് ഉണ്ടെന്നുള്ളത് നേര് തന്നെ. ഇപ്പം ഒരു ബംഗാളിയുടെ മകൾ, ഇപ്പം ഈ കമലാ ഹാരിസ് ഇന്ത്യക്കാരിയുടെ മകളാണ്, ഭർത്താവ് പിന്നെ ഹെയ്ത്തിക്കാരൻ, പിന്നെ ഈ എവിടെ നിന്ന് വന്നാണെന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല, അദ്ദേഹം പിന്നെ കരീബിയൻ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മകള് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകാനായിട്ട് മത്സരിച്ചു. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാൻ മത്സരിച്ചാൽ നമ്മുടെയൊക്കെ ചിന്താഗതി എന്തായിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ഈ കുടിയേറ്റ വിഷയത്തിൽ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞു, ഇനി ബസ് പെട്ടെന്ന് പോകണം, വേറെ ആരെയും കയറ്റേണ്ടതില്ല എന്നുള്ള ചിന്താഗതിക്കാരാണ് നമ്മൾ നല്ലൊരു പങ്ക്. പക്ഷേ അമേരിക്ക ഈസ് എ ബിഗ് കൺട്രി. അത് ഇവരെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിവുള്ള രാജ്യമാണ്. എന്നല്ല, ഇവരെല്ലാം ഇവിടെ ആവശ്യവുമാണ്. ഇപ്പം ഹെയ്ത്തിയിൽ നിന്ന് അവർ ഈ ടെമ്പററി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസിൽ വന്നത് അത് റദ്ദാക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ കമ്മ്യൂണിറ്റി മുഴുവൻ പേടിച്ചറിഞ്ഞിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അവരെ പലരെയും പെട്ടെന്ന് തിരിച്ചയക്കുന്നതിന് പകരം ഈ ഇമിഗ്രേഷൻ അധികൃതർ ഈ ICE അവർക്ക് ആംഗുലറ്റ് കൊടുക്കുകയാണ്, ഈ ഇലക്ട്രോണിക് ആംഗുലറ്റ്, അവരെവിടെയൊക്കെയാണ് പോകുന്നതെന്ന് മോണിറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഹെയ്ത്തിയിൽ നിന്ന് വന്നവരാണ് ഇവിടെ നമ്മുടെ ഹെൽത്ത് കെയർ രംഗത്ത് നേഴ്സുമാരായിട്ടും നേഴ്സിംഗ് അസിസ്റ്റൻറ്റുമാരായിട്ടും ഇവിടെ ധാരാളം പേര് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ എല്ലാം പോയി കഴിഞ്ഞാൽ ഇവിടെ ആൾക്ഷാമം വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ഇമിഗ്രേഷൻ കാര്യത്തിൽ ഇവിടെയുള്ളവരെ ഉപദ്രവിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പുതുതായിട്ട് ഇങ്ങോട്ട് ഈ മതിൽ ചാടി വരുന്നവരെ നമ്മൾ നിയന്ത്രിക്കണം. കാരണം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ അതൊരു പ്രയാസം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഖേദകരമാണ്. അതൊക്കെ നമ്മളെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. എന്തായാലും ഇതൊരു സ്വാഭാവിക നീതിക്ക് നിരക്കാത്തൊരു കാര്യം പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം അതിന് പിന്നെ കോടതി പോവുക എന്നുള്ളതാണ് ശരണം. എത്ര പേർക്ക് കോടതിയിൽ പോകാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വസ്തുത. എന്തായാലും ഇതൊരു നല്ല വാർത്തയല്ല എന്ന് തന്നെ പറയാം.